എല്ലാ കുട്ടികൾക്കും സുഭാസാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് 2 ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. രണ്ടും നല്ല അടിപൊളി ചോദ്യങ്ങളാണ്. നമ്മുടെ സാധാരണ കീമിനും NDAക്കൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഒത്തിരി ഹൈ ലെവലും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി താഴെയല്ല. ഓക്കെ, നമുക്ക് മീഡിയം ടൈപ്പിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി. ഇത് മനസ്സിലാക്കി പിന്നെ ചെയ്യാനേ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യനോട് കയറാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിക്കുള്ള ക്ലാസ്സും അതിൻ്റെ കൂടെ മെറ്റീരിയലും എല്ലാം തന്നുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ സം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ? ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് സം ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ? എന്താണ് മനസ്സിലായത്? 50, 48, 46 ഇതാണ് നമ്മുടെ EP എന്ന് പറഞ്ഞാൽ ഈ 50 തുടങ്ങുന്ന ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനെ നമുക്ക് മാക്സിമം സം എത്ര ആയിരിക്കും കിട്ടുന്നത്? ഏറ്റവും വലിയ സം അങ്ങോട്ട് നമ്മൾ എത്ര ടൈംസിനെ കൂട്ടിക്കോ ഏറ്റവും വലിയ സം എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളായിരിക്കും കുറേ ടൈംസിനെ കൂട്ടിയാൽ കുറേ സം കിട്ടത്തില്ലയോ? പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്ത് ഈ പരിധി? ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സീറോയിലെത്തി നെഗറ്റീവിലോട്ട് കയറും. നെഗറ്റീവിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആൻസർ അങ്ങ് എന്ത് ചെയ്യും? ചെറുതാവും. അപ്പോൾ നമുക്ക് കണ്ടോ, ഇത് ഡിക്രീസിങ് AP ആണ്, ഇൻക്രീസിങ് അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ 50, 48, 46 എക്സെട്ര അല്ലേ? നമുക്ക് 2, 0 നെഗറ്റീവിലോട്ട് പോവാം. അവനെ വിട്ടേരെ. ഇവിടോട്ട് നമുക്ക് ഇനി വേണ്ട. ഇവിടം വരെ എടുത്താൽ മതി. 0 എടുത്തിട്ട് കാര്യമില്ല, 0 കൂട്ടിയിട്ടൊന്നും വലിയ വ്യത്യാസം. അപ്പോൾ നമുക്കിതാണ് 50 തൊട്ട് 2 വരെയുള്ളതിൻ്റെ സം. അത്രേ ഉള്ളായിരുന്നു. തിരിച്ച് പറഞ്ഞാൽ 2 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് അത്രേ ഉള്ളൂ. 2 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? ഈവൻ നമ്പേഴ്സ്. 2, 4, 6, 8, 10 അങ്ങനെ വന്ന് അല്ലേ? ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഫോർമുല n×n+1. ഓക്കെ, മറന്നു പോകരുത്. n×n+1 ഇതാണ് ഈവൻ നമ്പേഴ്സ്. 2, 4, 6, 8 ആയതുകൊണ്ടാണ് സം. ഓക്കെ, ഈ n എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ടേംസ് ഉണ്ട്? 2 തൊട്ട് 50 വരെ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 തൊട്ട് 50 വരെ എന്താ മോനെ? 50 ടേംസ് ഉണ്ട് ഇല്ലയോ? അതിനകത്ത് ഓഡ് നമ്പറുകൾ വെച്ച് ഇത് ഈവൻ നമ്പർ ഇല്ലയോ? അപ്പോൾ എത്ര ആയിരിക്കും? 25 എണ്ണം. 25 ഓടും 25 ഈവനും ഇല്ലയോ? അപ്പോൾ 2, 4, 6, 8 എക്സെട്ര 50 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എത്രയെന്ന് വെച്ചാൽ 25. ഓക്കെ, അപ്പോൾ ആൻസർ 25 × 25 + 1. ആൻസർ ഈസ് 26. അപ്പോൾ 25 × 26. ഇനി നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സാധാരണ അപ്പുറത്തോട്ട് പോയി സൈഡിൽ പോയി ചെയ്യില്ലയോ? 2-3 മെത്തേഡ് ഉണ്ട്, ഞാനൊന്ന് കാണിക്കാം. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ആണ് കേട്ടോ. 25 × 26 എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം 25 × 25 നിങ്ങൾക്ക് എളുപ്പം അറിയാം അല്ലേ? വാട്ട് ഈസ് 25 × 25? 625 ശരിയല്ലയോ? നമുക്ക് വേണം 25 × 26. ഒരു 25 അങ്ങോട്ട് കൂട്ടിയാൽ മതി മോനെ. ആൻസറായി 250. ഓക്കെ, തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതൊരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് 25 × 26 ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 25 × 20 ചെയ്യണം. 26 തവണയല്ലയോ? 20 തവണ. അത് നമുക്ക് എത്രയാണെന്നറിയാം? 500 അല്ലേ? പിന്നെ ഒരു 6 തവണ ഇല്ലയോ? അപ്പോൾ 25 × 6 എന്ന് പറഞ്ഞാൽ 150. രണ്ടോട് ചേർന്നാലും 650. ഇങ്ങനെ പല വഴികളുണ്ട് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം മനസ്സിൽ കൂടെ തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ സൈഡിൽ പോയി ചെയ്യാനുള്ള സമയം പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x → 0 sin px / tan 3x ഈസ് ഈക്വൽ ടു 4. ദെൻ വാല്യൂ ഓഫ് p. ഓക്കെ, പി ആണ് കേട്ടോ. പിയുടെ വാല്യൂവിനെ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. sin px / tan 3x = 4 ആണെങ്കിൽ പിയുടെ വാല്യൂ. ആൻസർ ഇത്രയേ ഉള്ളൂ മോനെ. 3 × 4 12. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ് അല്ലേ? അതൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് x → 0 sin px ഉണ്ടെങ്കിൽ താഴെ px ഉണ്ടായാൽ 1 ആയിക്കോളൂ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൂ അല്ലേ? sin ax / ax 1 ആണ്. sin px / px 1 ആണ്. പക്ഷേ px ഉണ്ടോ? ഇല്ല, കൊടുക്കണം. ഓക്കെ, കൊടുത്തു. ബാലൻസ് ചെയ്യാൻ pxനെ കൊടുത്തു. ഓക്കെ, tan 3x 1 നോക്കി. ടാൻ്റെ ടൈം 1 ആണെങ്കിൽ /3x 1. ടാനുള്ളിൽ 3x, അപ്പോൾ /3x ഉണ്ടെങ്കിൽ ഓക്കെയാ? കൊടുത്തു. ×3x. ഓക്കെ, അപ്പോൾ നോക്കിക്കേ ഈ x ഒക്കെ അങ്ങ് വെട്ടിപ്പോയി കേട്ടോ. പിന്നെ നോക്കിക്കേ sin px ഇത് 1 ആയി, ഇത് 1 ആയി. 1/1. ബാക്കിയുള്ളത് ആരാ മോനെ? p/3. ഓക്കെ, p/3 = എത്ര? 4. അവിടുന്ന് p = 3 × 4 12. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഷെയർ ചെയ്യാമല്ലോ. ഗുഡ് ബൈ.